ഈസി ആയിട്ട് നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അതിനകത്ത് 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി ഇതിനകത്ത് നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയുടെ മധുരം ഒരുപാട് വേണ്ട എന്നുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറയ്ക്കാവുന്നതാണ്. പിന്നെ 4 ഏലക്ക പൊടിച്ചതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അടിക്കുക. ഇതിലേക്ക് 1/4 കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ഇതിലേക്ക് നമ്മൾ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. മൈദ കുറച്ച് ചേർത്ത് നമ്മൾ ഇളക്കി യോജിപ്പിക്കണം. എല്ലാം കൂടി ഒറ്റയ്ക്ക് ചേർക്കില്ല. നമ്മൾ എടുക്കുന്ന മൈദയിൽ കുറച്ച് ചെയ്ത് നല്ല ലൂസായിട്ടുള്ള ബാറ്റർ അല്ല വേണ്ടത്. ഇതിനകത്ത് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ. അതുകൊണ്ട് കുറച്ച് മൈദ ചേർത്ത് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദയായിരുന്നു എടുത്തത്. അതിൻ്റെ പകുതി ആദ്യം ഇട്ടു, രണ്ടാമത്തെ സെഷനിൽ ബാക്കിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ലൂസായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ വിട്ട് വരണം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തോട്ട് പിന്നെ ചേർത്തെന്ന് വെച്ചാൽ ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത്, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതുപോലെ പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഈ ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ പരത്തേണ്ട കാര്യമൊന്നുമില്ല, അത് ഓൾറെഡി പരന്നിങ്ങനെ വന്നോളും. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറം നന്നായിട്ട് ചുമന്ന് വരും, പക്ഷേ ഉള്ളിലുള്ള റവ വേവില്ല. അത് വേവാതെ അങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.